വെൽക്കം ബാക്ക് ടു ടാൻഗോ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ നമ്മുടെ ലോഡ് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. സംഭവം ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. എനിക്കിന്നലെ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം നല്ല ടയേർഡായിരുന്നു. ഒരു ലോഡ് സെറ്റാക്കുക എന്നുള്ളത് നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നലെ റെസ്റ്റ് എടുക്കാനൊന്നും പറ്റാണ്ട് ഫുള്ള് നഴ്സറീസിലൊക്കെ കയറി ഇറങ്ങി പ്ലാന്റ്സ് എല്ലാം കളക്ട് ചെയ്ത് അങ്ങനെ ആയിരുന്നു. നമ്മുടെ വണ്ടി വന്നത് ഏകദേശം ഒരു 3 മണിക്കൊക്കെ ആയപ്പോൾ വണ്ടി എത്തി. എന്നിട്ട് നമ്മുടെ പർച്ചേസ് റെഡി ആകാത്തതുകൊണ്ട് ഏകദേശം ഒരു 5 മണി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ലോഡ് കയറ്റി തുടങ്ങുന്നത് കേട്ടോ. അപ്പം നമ്മളിവിടെ നിന്നാണ് ഫസ്റ്റ് ലോഡ് കയറ്റി തുടങ്ങിയത്. ഏകദേശം 5 മണിയൊക്കെ ആയപ്പോൾ കയറ്റി തുടങ്ങി. നമ്മുടെ ഏകദേശം 7-8 മണിയായപ്പോൾ നമ്മൾ ഓരോ നഴ്സറികളിലുമായിട്ട് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാമായിരുന്നു. കാരണം വേറൊന്നുമല്ല, ഇവർക്ക് പണി വരുന്ന ടൈം, അതായത് ജോലി ടൈം 6 മണി വരെയാണ്. 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിലേക്ക് പോകും. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ലോഡ് കയറ്റിത്തരാനായിട്ട് ആരും ഉണ്ടാവില്ല. ഇത് സേഫായിട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷനിൽ ഒടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർ വന്നിട്ടാണ് നൈറ്റ് അടുക്കിയൊക്കെ വെച്ചായിരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരുപാട് ലാഗ് വരുന്നുണ്ടാകുന്നു. കാരണം അവരെ ഫോൺ വിളിച്ച് വരുത്തി അവർ വന്ന് സെറ്റ് ചെയ്തെടുക്കുക. ചിലരൊക്കെ നിയറസ്റ്റ് തന്നെയാണ്, നഴ്സറിയുടെ തൊട്ട് ചേർന്ന് തന്നെയാണ് വീട്. ചിലർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഡിസ്റ്റൻസ് ആണ് കേട്ടോ, അല്ലെങ്കിൽ പുറത്ത് പോയൊക്കെ ആണെങ്കിൽ നല്ല പണിയാണ്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് നല്ല ഇരുണ്ട് കിടക്കുമായിരുന്നു കേട്ടോ. ഇത് ഇവിടെ ഫുള്ള് കറുത്ത് എന്താ പറയുക, ഏകദേശം ഒരു 10 മണി ആയപ്പോഴും നമ്മളിതിൻ്റെ പുറകെ തന്നെ ആയിരുന്നു. 10-10:30 ആയപ്പോഴത്തേക്കും നമ്മൾ ലോഡിൻ്റെ പുറകെ തന്നെ ആയിരുന്നു. ഫുള്ളിതേ ലോഡൊക്കെ കയറ്റി റെഡിയാക്കി സെറ്റ് ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരുന്നു കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. നല്ല പാടായിരുന്നു. ഇന്നലത്തെ ദിവസം ഞങ്ങൾക്ക് റെസ്റ്റ് എടുക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല ടയേർഡായിരുന്നു, ബോഡി ഫുള്ള് വീക്കായി. ഞങ്ങൾ ഇന്നലെ നൈറ്റ് തിരിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ 10:30 തിരിച്ചു കഴിഞ്ഞിട്ടും കാര്യമില്ല, ലേറ്റ് നൈറ്റ് ട്രാവലിംഗ് അല്ലേ. അപ്പോൾ അത് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ പിന്നെ തിരിച്ചിട്ടില്ല. റൂമിൽ റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച പ്ലാന്റ്സാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സ്, മാർക്കോ കോസ്ട്രും, ഐസ് ലവ്, അങ്ങനത്തെ കുറേ റോസസും, പിന്നെ ക്രീപ്പർ റോസും, അതിൻ്റെ റെഡ് ക്രീപ്പർ റോസ് ഇല്ലേ അതും, നമ്മുടെ സാധാ അല്ല കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള റെഡ് ക്രീപ്പർ റോസ്, അങ്ങനെ കുറേ വെറൈറ്റീസൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡീല മാൽമേസൺ റോസ്, അങ്ങനെ ഇതിൻ്റെയൊക്കെ കുറേ പ്ലാന്റ്സ് നമ്മുടെ ഗാർഡനിൽ വെക്കാനായാലും കുറേ വെറൈറ്റി ആയിട്ടുള്ള റോസൊക്കെ നമ്മൾ കളക്ട് ചെയ്തു. അടിപൊളിയായിട്ടുള്ളൊരു ലോഡാണ് വരുന്നത്. നമ്മുടെ ലോഡൊക്കെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ചവർക്കും കോൾ ചെയ്തവർക്കും ഒന്നും റെസ്പോൺസ് ചെയ്യാനുള്ള ടൈം നമുക്കുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് എങ്ങനെയെങ്കിലും വണ്ടി വരുന്ന മുമ്പ് ലോഡ് സെറ്റാക്കില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും, പിന്നെയും ഹോൾഡായപ്പോൾ. അപ്പോൾ അതിൻ്റെ തിരക്കിലായിരുന്നുകൊണ്ട് ആർക്കും തന്നെ റിപ്ലൈ കൊടുക്കാനോ, വാട്സപ്പിലൊക്കെ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്, കോൾസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സഹായിക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇന്ന് നമുക്കിവിടെ നിന്ന് ഇപ്പോൾ തിരിച്ചു കഴിഞ്ഞാലും നൈറ്റ് ആവും നമ്മളെ നാട്ടിലെത്താനായിട്ട്. ബുധനാഴ്ച രാത്രി ഒരു 10:30-11 മണിയാവും നമ്മളിപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചാലും നാട്ടിലെത്താനായിട്ട്. നാട്ടിലെത്തിക്കഴിഞ്ഞ് ഈ ഒരു സംഭവം എല്ലാം എടുത്ത് റെഡിയാക്കിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വേണം കൊറിയറും പാക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഇനി ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് അങ്ങ് എത്തണം. അതാണ് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. നടുവൊക്കെ പോയിരിക്കുക, ഭയങ്കര എന്താ പറയുക, ഇന്നലെ നല്ലൊരു സ്ട്രെസ്സ് പിടിച്ചിട്ടായിരുന്നു. കാരണം നമുക്ക് അല്ലാത്ത ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കുറച്ച് ടയേർഡാകുമ്പോൾ റെസ്റ്റ് എടുത്തിട്ടൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്നലെ ഞങ്ങൾക്ക് അതിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഫുൾ ഓട്ടോ ആയിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം നല്ല വെറൈറ്റീസൊക്കെ കളക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷം. ഇനി ഇത് നാട്ടിൽ കൊണ്ടുവന്ന് റെഡിയാക്കി സെറ്റ് ചെയ്ത് വെക്കണം. അതാണ് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കും മെസ്സേജ് അയക്കാത്തതിലൊക്കെ കുറേ പേർക്കൊക്കെ ദേഷ്യമൊക്കെ തോന്നിയിട്ടുണ്ടാവും, റിപ്ലൈ തന്നില്ല. കോംബോ ഓഫറിന് വേണ്ടിയിട്ടായിരുന്നു മിക്ക പേരും 600-ൻ്റെയും 350-ൻ്റെയും കോംബോയ്ക്കായിരുന്നു ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരൊക്കെ ഇനിയിപ്പോൾ എന്താ പറയുക എന്നറിയില്ല. അപ്പോൾ ഞാൻ ഇന്നലെ നൈറ്റ് തന്നെ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ അന്ന് ടയേർഡ് കാരണം ഉറങ്ങിപ്പോയി. വീഡിയോ എടുക്കാനൊക്കെ വെച്ചു, എന്നിട്ടങ്ങ് കിടന്ന് ഉറങ്ങിപ്പോയി. അതിന് വേണ്ടിയിട്ട് പിന്നെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നില്ല. ഏകദേശം ഒരു 11 മണി കഴിഞ്ഞു റൂമെത്തിയപ്പോഴത്തേക്കും. 11-12 മണി അടുപ്പിച്ചായി അവിടെ റൂമെത്തിയപ്പോഴത്തേക്കും. പിന്നെ നമുക്കൊന്നിനുള്ള ഒരു ഇത് എഡിറ്റ് ചെയ്തിടണം, വീഡിയോ അപ്ലോഡ് ചെയ്യണം, അതിനൊന്നും പറ്റിയില്ല. ഫോൺ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴേ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിന്നെ നേരെ ഒന്നും നോക്കിയില്ല, എന്തെങ്കിലും ആവട്ടെ നാളെ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കയറി കിടക്കായിരുന്നു കേട്ടോ. ഇന്നെന്തായാലും നാട്ടിലെത്തും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നാളെയൊക്കെ ആയിരിക്കും ഇനിയിപ്പോൾ കൊറിയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക.
നാളെ ഇപ്പോൾ എത്ര പേർക്ക് അയക്കാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചില്ല. ഞാൻ ഇന്ന് നാട്ടിലെത്തിയിട്ട് ഫുള്ള് കൊറിയറും മാക്സിമം ജമന്തി കോമ്പോസും കാര്യങ്ങളൊക്കെ അയക്കാമെന്ന പ്ലാനിങ്ങിലായിരുന്നു. അപ്പോൾ അതെന്തായാലും നടന്നിട്ടില്ല. അപ്പോൾ ഇനി വ്യാഴാഴ്ചയാണ്, നാളത്തെ ദിവസമുണ്ട്, വ്യാഴം വെള്ളി ശനി, മാക്സിമം ഉള്ള കൊറിയർ തീർക്കാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ. എന്നാലും എത്ര എണ്ണം ആവുമെന്ന് അറിയില്ല. കാരണം നമ്മൾ ട്രാവൽ ചെയ്ത് വരുന്നപ്പോഴത്തേക്കും നമ്മുടെ ബോഡി അത്രയും വീക്കാവും. അതിനുശേഷം പിന്നെ മാക്സിമം നമുക്ക് നോക്കണം എത്രയൊക്കെ പറ്റും. എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്നത് പോലുള്ള കൊറിയറും കാര്യങ്ങളൊക്കെ അയക്കുന്നതായിരിക്കും. അതിൻ്റെ അപ്ഡേഷൻ എല്ലാം നമ്മുടെ ചാനലിലും അതുപോലെ തന്നെ വാട്സപ്പിലും ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ആരും വിഷമിക്കേണ്ട. പൈസ അയച്ചു കഴിഞ്ഞിട്ട് ഞാൻ മെസ്സേജ് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചവരുണ്ടായിരുന്നു. അപ്പോൾ ആരുടെയും പൈസ പോകത്തില്ല. മെസ്സേജ് കാണാത്തത് വേറൊന്നുമല്ല, ഇവിടെ ഹോൾഡായി പോയതിൻ്റെ ടെൻഷനും ലോഡ് സെറ്റാകാത്തതിൻ്റെ ടെൻഷനൊക്കെ ആയിരുന്നു. കാരണം ഒരു ലോഡ് നാട്ടിലേക്ക് പോയി, അത് ഏകദേശം 3 ദിവസം കൊണ്ട് കളക്ട് ചെയ്ത വെറൈറ്റീസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഇവിടുത്തെ പള്ളിയിലെ ഉത്സവമായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര ബ്ലോക്കായിരുന്നു. ഇവിടെ കൂടി വണ്ടിയൊക്കെ പോകാനായിട്ട് നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. ഇന്നും നാളെയൊക്കെ ആയിട്ടാണ് ഉത്സവം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി വീഡിയോ ഷൂട്ട് ചെയ്തു. നമ്മളെ വണ്ടിക്ക് പോകാനുള്ള സ്പേസ് പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. വണ്ടിക്ക് പിന്നെ ഏതൊക്കെ വഴിക്ക് തിരിച്ചൊക്കെയാണ് വിട്ടത്. പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെ വഴി വണ്ടി തിരിച്ച് വിട്ടു. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.